മൂന്നര കോടി മലയാളികളും മുഖ്യമന്ത്രിയുടെ വരവും കാത്ത് ഈ പണ്ട് യേശുക്രിസ്തു ജനിച്ചപ്പോൾ നക്ഷത്ര ഉദിക്ക് പിന്നെ കിഴക്ക് നിന്ന് മൂന്ന് വിദ്വാൻമാർ പൊന്നും മൂറും കുന്തിരൊക്കെ കൊണ്ട് വരികയും ചെയ്തു എന്ന കഥ പോലെ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് നയിക്കുന്ന TVK സർക്കാർ അധികാരം ഏറ്റെടുക്കുക മാത്രമല്ല അവർ വിശ്വാസ വോട്ട് തെളിയിച്ചു. ഇവിടെ വിശ്വാസ വോട്ടിൻ്റെ ആവശ്യമില്ല, കാരണം ഐക്യമുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട്. അവിടെ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സർക്കാരാണ്. അപ്പോൾ നിയമസഭയിൽ ഈ പ്രമേയം അവതരിപ്പിച്ചു, പ്രമേയം പാസ്സായി. ഈ CPI CPM കോൺഗ്രസ് പാർട്ടികൾ മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും VCK മാത്രമല്ല, അണ്ണാ DMK പിളർന്നു വന്ന കുറച്ച് MLA മാരും വിജയ്ക്ക് അനുകൂലമായിട്ട് കൈപൊക്കി. അങ്ങനെ വിജയുടെ ഭരണം തൽക്കാലത്തെങ്കിലും സുഗമമായിട്ട് മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാം. ഇതിനിടയ്ക്ക് വിജയ് ജനോപകാരപ്രദമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. മദ്യഷാപ്പുകൾ പൂട്ടിക്കും, ചൂതാട്ട കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, 3 ചക്ക മുള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലെന്തൊക്കെ നടപ്പാവും എന്ന് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. ഈ പൂട്ടിയ ഷാപ്പുകാരൊക്കെ പിറ്റേ ദിവസം കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചുകൊണ്ട് വന്ന് കച്ചവടം പുനരാരംഭിക്കും. അതിനാണ് സാധ്യത. അതൊക്കെ നടക്കട്ടെ, ഇതൊക്കെ മനുഷ്യ പറ്റിക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന തത്വം. അതിലൊക്കെ അതേ വിജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനിടയ്ക്ക് പുള്ളി വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ജ്യോതിഷി ഈ കബഡി നിരത്തിയിട്ട് മനുഷ്യൻ്റെ ഭൂതം ഭാവി വർത്തമാനമൊക്കെ പ്രവചിക്കുന്ന ഒരു മഹാൻ, അദ്ദേഹത്തെ സർക്കാരിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് നിയമിച്ചു. സെക്രട്ടേറിയറ്റിൽ ഒരു കസേരയും മേശയൊക്കെ ഇട്ട് ഇദ്ദേഹത്തിൻ്റെ കബഡി സഞ്ചിയും എടുത്ത് വെച്ച് അവിടെ ഇരുത്തി 4-ൽ കുജൻ, 12-ൽ വ്യാഴം, 8-ൽ ശനി എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. കാരണം ഈ മന്ത്രിമാരുടെയും MLA-മാരുടെയൊക്കെ ജാതകം കൃത്യമായിരിക്കുമല്ലോ. ഇവർക്ക് എന്താ അപകടം എപ്പോൾ സംഭവിക്കും, ആരെ പാമ്പ് കടിക്കും, ആർക്ക് ലോട്ടറി അടിക്കും എന്നൊക്കെ കബഡി നിരത്തി കണ്ടുപിടിക്കുന്ന വിദ്യയാണ് നമ്മൾ ജ്യോതിഷം എന്ന് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ തന്നെ എഴുതിയിട്ടുണ്ട്, ജാതകം നോക്കിയിട്ട് അവർ പറഞ്ഞിടുന്ന കൈതവം കേട്ടാൽ കൊടുക്കും പല വസ്തു എന്ന്. അപ്പോൾ അന്ന് തന്നെ ജ്യോതിഷികളുടെ സമ്പ്രദായം എന്താണ്, സംവിധാനം എന്താണെന്ന് നമുക്ക് അന്ന് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാണ്. ഈ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മാമോദീസ വെള്ളം തലയിൽ വീണ ഒരു ക്രിസ്ത്യാനിയാണ്. പുള്ളിക്കാണ് ഇത്രയും വിശ്വാസം. ജയലളിതയ്ക്ക് വലിയ വിശ്വാസമായിരുന്നു. ജയലളിത പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരെ കൊണ്ടും മറ്റുമൊക്കെയാണ് രാശി ഒപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ജ്യോതിഷി തന്നെ നേരത്തെ ജയലളിതയുടെ ജ്യോതിഷിയായിരുന്നു. പിന്നെ ഇദ്ദേഹം ജയലളിത ജയിലിൽ പോകും എന്ന് ഇദ്ദേഹം പ്രവചിച്ചില്ല. അതിൽ പ്രകോപിതമായിട്ടാണ് ജയലളിത ഇദ്ദേഹത്തെ മാറ്റിയത്. ആ ജ്യോതിഷിയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. കബഡി നടത്തി ജയലളിത ജയിലിൽ പോകും എന്ന് പ്രവചിച്ചാൽ അന്ന് ആ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ കബഡി സഞ്ചി സഹിതം പുള്ളിയെ പോലീസ് പൊക്കി ലോക്കപ്പിലാക്കും, തുടർന്ന് ജയിലിലാക്കും. അത് ജീവനിൽ കൊതി കൊണ്ടാണ് പുള്ളി പ്രവചിക്കാൻ. ഒരുപക്ഷെ കബഡി പലകയിൽ കണ്ട് കാണും, പറയാൻ പഠിച്ചിട്ടോ. എന്തുവാട്ടെ, ഈ ഇന്ത്യ രാജ്യത്ത് പൊതുവിലും തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ആളുകൾക്ക് ജ്യോതിഷത്തിൽ, നിമിത്തത്തിൽ, ക്ഷുദ്രത്തിൽ, മാരണത്തിലൊക്കെ ഭയങ്കര വിശ്വാസം. അത് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതലാണ് കർണാടകത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ജ്യോത്സ്യന്മാർക്കൊക്കെ ബാംഗ്ലൂരിൽ ഓഫീസുള്ളൂ. കാരണം ഇവിടത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ദക്ഷിണയും കൊടുക്കും. ഇവിടത്തേക്കാൾ കൂടുതൽ അന്ധവിശ്വാസികളുള്ളതും കർണാടകത്തിലാണ്. ഈ കേരളത്തേക്കാൾ കൂടുതൽ, കർണാടകത്തേക്കാൾ കൂടുതൽ അന്ധവിശ്വാസികൾ അല്ലെങ്കിൽ ജ്യോതിഷ വിശ്വാസികളുടെ എവിടെ നിന്നറിയുമോ, അത് ഈ ശ്രീലങ്കയിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ മിക്കവാറും ജ്യോതിഷികൾക്ക് കൊളംബോയിൽ ഓഫീസുണ്ട്. ഇപ്പോൾ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരെ തന്നെ നോക്കിയാൽ മതി. പരപ്പനങ്ങാടിയിൽ പോയിട്ട് പണിക്കരെ കൊണ്ട് കബഡി ഒപ്പിക്കുന്നത് മോശമാണ്, ആൾക്കാരെ അറിയും എന്ന് കരുതിയിട്ട് പണ്ട് നാലകത്ത് സൂപ്പിക്ക് പറ്റുകൊണ്ട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ണികൃഷ്ണ പണിക്കരുടെ കൊളംബോ ഓഫീസിൽ പോയിട്ടാണ് രാശി ഒപ്പിക്കുന്നത്. അപ്പോൾ കൊളംബോയിൽ വെക്കുന്ന രാശിക്ക് പണിക്കർക്കും ദക്ഷിണ കൂടുതൽ കിട്ടും. പിന്നെ വെപ്പിക്കുന്നവർക്ക് രഹസ്യമായിട്ട് ഇരുചെവി അറിയാതെ ചെയ്യിക്കുകയും ചെയ്യും. ഇങ്ങനെ പല സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അത് യെദ്യൂരപ്പയൊക്കെയാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികളുടെ അറിയപ്പെടുന്നത്. യെദ്യൂരപ്പയും HD ദേവഗൗഡയുമാണ്. ഇവർ രണ്ടുപേരും ഇരുന്നിടന്ന് എഴുന്നേക്കണമെങ്കിൽ രാശി വെച്ച് പോകും. മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ കുജൻ എവിടെ നിൽക്കുന്നു, വ്യാഴം എവിടെ നിൽക്കുന്നു എന്ന് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം പോകും. ഇന്ന് ഒരു ദിവസം മൂത്രമൊഴിക്കണ്ട എന്ന് ജ്യോതിഷി പറഞ്ഞാൽ ഇന്ന് നാളെ മൂത്രമൊഴിക്കില്ല. അത്ര ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അത് കേരളത്തിലും മോശമൊന്നുമല്ല. രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ നമ്മുടെ VD സതീശൻ, KC വേണുഗോപാലിനൊക്കെ സ്വന്തം ജ്യോതിഷികളുണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് നേരിട്ടറിവില്ല, ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവരെല്ലാവരും തന്നെ ഇതിൽ വിശ്വസിക്കുന്നവരാണ്. സിനിമാക്കാരനായതുകൊണ്ട് വിജയിന് പ്രത്യേകിച്ചും വിശ്വാസം കൂടുതലായിരിക്കും. കാരണം ഏറ്റവും അനിശ്ചിതത്വം നിറഞ്ഞ
ഒരു തൊഴിലാണ് സിനിമ. അതിനേക്കാളും അനിശ്ചിതത്വമുള്ള വേറൊരു തൊഴിലാണ് രാഷ്ട്രീയം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിശ്വാസം ഉണ്ടാവും. അത് സ്വന്തം ജ്യോത്സ്യനുണ്ടാവും. അയാൾ പറഞ്ഞനുസരിച്ചിട്ടായിരിക്കും ഇവർ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. സിനിമയ്ക്ക് തേങ്ങ ഉടക്കുന്നത് മുതൽക്ക് റിലീസിങ് തീയതി തീരുമാനിക്കുന്നവരെ ജ്യോതിഷികളാണ്. പണ്ട് ഇവിടെ എറണാകുളത്ത് ഫോർട്ട് ട്രസ്റ്റിനോ ഒരു ജോലി ഉണ്ടെന്ന് കോര എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ടായിരുന്നു. അദ്ദേഹം ചീട്ട് വെച്ചിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ജ്യോതിഷം നടത്തുമായിരുന്നു. ആ കോരച്ചീട്ടിൻ്റെ ബലത്തിലാണ് പലരും നിർമ്മാതാക്കളെ തീരുമാനിക്കുന്നത്, സംവിധായകനെ തീരുമാനിക്കുന്നത്, നടനെ തീരുമാനിക്കുന്നത്, അതുപോലെ സഹനടന്മാരെ തീരുമാനിക്കുന്നത്, ഹാസ്യ കഥാപാത്രങ്ങളെ തീരുമാനിക്കുന്നത്, തിരക്കഥാകൃത്തിനെ അവരെ തീരുമാനിച്ചത്. ഈ കോരച്ചീട്ടിൻ്റെ ബലത്തിൽ മലയാളത്തിലൊരു വലിയ നടനായിട്ട് മാറിയ ആളാണ് ലാലു അലക്സ്. കോരച്ചേട്ടൻ എന്തോ കാരണത്താൽ ലാലു അലക്സിനോട് വലിയ വാത്സല്യമായിരുന്നു. അപ്പോൾ കോരയുടെ ചീട്ട്, ഒന്നാമത്തെ ചീട്ടിൽ മമ്മൂട്ടി എന്ന് പറയും, രണ്ടാമത്തെ ചീട്ടിൽ പുള്ളി ലാലു അലക്സ് എന്ന് പറയും, മൂന്നാമത്തേൽ പുള്ളി നടിയുടെ പേര് പറയും, പിന്നെ ബേബി ശാലിനി എന്ന് പറയും. അങ്ങനെ പറഞ്ഞിരുന്ന കാലത്ത് അങ്ങനെയാണ് ഈ ലാലു അലക്സ് ഒരു പരിധിവരെ മലയാള സിനിമയിൽ പിടിച്ചത്. ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വന്നത് വിജയുടെ കാര്യമാണ്. വിജയ് സിനിമാക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരനായിട്ട് വിശേഷിച്ചും ജ്യോതിഷത്തിലും നിമിത്തത്തിലും ക്ഷുദ്രത്തിലും മാരണത്തിലും ഒക്കെ ഭയങ്കര വിശ്വാസമായിരിക്കും. നേരെ മറിച്ച് DMK-കാർക്ക് ഇത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. അവർ വിശ്വാസികളാണെങ്കിൽ പോലും രഹസ്യമായിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടിട്ടിട്ട് വേണം ജ്യോതിഷം എടുത്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ജ്യോതിഷയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സമ്മാനം കാഴ്ച നേർച്ചകളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് വിടാനേ പറ്റുള്ളൂ. കാരണം DMK അല്ലെങ്കിൽ അണ്ണ DMK എന്ന് പറയുന്നത് നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മാർക്സിസം ലെനിനിസത്തേക്കാൾ കട്ടുകട്ടിയാണ് ദ്രാവിഡ പ്രസ്ഥാനം. അതുകൊണ്ട് പരസ്യമായിട്ടൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിജയകാന്തിൻ്റെ ഭാര്യ അടക്കം ഈ വിഷയത്തിൽ ഇദ്ദേഹത്തെ വിമർശിച്ചത്. പ്രേമലതയുടെ പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം TV കേട്ടു. ആ വിജയൻ നിശ്ചിതമായിട്ട് വിമർശിച്ചു. ഈ വി രാമസ്വാമി നായ്ക്കരുടെ അണ്ണാദുരൈയുടെ നാടായ തമിഴകത്ത് എങ്ങനെ നിങ്ങൾക്കൊരു ജ്യോത്സ്യനെ OSD ആയിട്ട് നിയമിക്കാൻ പറ്റി എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് കേട്ട് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ലീഗുകാരും എല്ലാവരും കൊത്തോ എന്ന് പറഞ്ഞിട്ടായിരുന്നു വിജയുടെ നേരെ കയറുന്നത്. ഏതായാലും വിജയ്ക്ക് അല്പം വൈകിട്ടെങ്കിലും വിവേകം ഉദിച്ചു. പുള്ളി ഈ ജ്യോതിഷിയുടെ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് പക്ഷേ ജ്യോതിഷിക്ക് നഷ്ടമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇയാൾ കാലത്തോട്ട് കബഡിയും പലകയുമായിട്ട് സെക്രട്ടേറിയറ്റിൽ വന്നിരുന്ന കച്ചവടം നടക്കില്ല. നേരെ മറിച്ച് ഒഫീഷ്യൽ ആസ്ട്രോളജർ ടു ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ച് മദ്രാസിലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന റോഡ് സൈഡിൽ ഇരുന്നാൽ പോലും നല്ല കച്ചവടം കിട്ടും. ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് മുതൽ മുടക്കില്ല, വായിൽ നാക്ക് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഏതായാലും നമ്മുടെ വെട്രിവേൽ എന്ന് പറഞ്ഞ ഈ ജ്യോതിഷി അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം തമിഴകത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ജോസഫ് വിജയ്ക്കും വിജയാശംസകൾ നേരുന്നു. ഈ സർക്കാർ 5 കൊല്ലമല്ല 50 കൊല്ലം ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കൂടുതൽ ഫലവത്താകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.